ഉദാരതയുടെ പര്യായമായി മാറിയ ഗൾഫ് പ്രവാസികളിൽ നിന്ന് സാമൂഹ്യ സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന 2 കൂട്ടായ്മകളെയും 10 വ്യക്തികളെയുമാണ് മീഡിയ വൺ ആദരിക്കുന്നത്. മുഴുവൻ ഗൾഫ് നാടുകളിൽ നിന്നുമായി ആയിരക്കണക്കിന് സാധാരണ പ്രവാസികൾ അവരുടെ തന്നെ പ്രതിനിധികളെ നിർദ്ദേശിക്കുകയായിരുന്നു. ഗൾഫിലുടനീളം പടർന്നുപന്തലിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മയായ KMCC, മുസ്ലിം ലീഗിന്റെ പോഷക സംഘടന എന്നതിലുപരി കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും കാരുണ്യമെത്തിക്കുന്ന KMCCക്കിത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. ഒപ്പം സേവന രംഗത്തും സാംസ്കാരിക മേഖലയിലും വേറിട്ട സാന്നിധ്യമായി മാറിയ UAE-യിലുടനീളം ശാഖകളുള്ള സേവനം സെന്ററാണ് ആദരിക്കപ്പെടുന്ന മറ്റൊരു കൂട്ടായ്മ. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മരുഭൂമിയിലേക്ക് ലോഞ്ച് കയറിയ ആദ്യകാല പ്രവാസികൾക്ക് സൗജന്യമായി അന്നമൂട്ടിയ കോർഫുഖാനിലെ കാലിക്കറ്റ് ഹോട്ടൽ. ആ പാരമ്പര്യം ഇന്നും തുടരുന്ന ഹോട്ടലിന്റെ നിലവിലെ ഉടമ സിദ്ദീഖിനെയും മീഡിയ വൺ ആദരിക്കുന്നുണ്ട്. കൂടാതെ ഗൾഫിൽ മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നത് ജീവിത ദൗത്യമായി ഏറ്റെടുത്ത ഷാർജയിലെ അഷ്റഫ് താമരശ്ശേരി, 38 വർഷത്തെ സാമൂഹ്യ സേവനവും നിയമപോരാട്ടവുമായി ഖത്തറിൽ നിറഞ്ഞു നിൽക്കുന്ന കരീം അബ്ദുല്ല, ദുരിതമനുഭവിക്കുന്ന വീട്ടുവേലക്കാരികളുടെയും ഗൾഫിലെത്തി ചതിക്കുഴികളിൽപ്പെടുന്ന സാധാരണ സ്ത്രീകളുടെയും സേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ദമാമിലെ സഫിയ അജിത്, തൊഴിൽ പ്രശ്നങ്ങളിലും നിയമക്കുരുക്കിലും പെട്ട് വലയുന്ന സൗദി പ്രവാസികൾക്കിടയിൽ സജീവ ഇടപെടൽ നടത്തുന്ന റിയാദിലെ ഷിഹാബ് കൊട്ടുകാടും ജിദ്ദയിലെ മുഹമ്മദ് അലി പടപ്പറമ്പും, കുവൈറ്റ് പ്രവാസികൾക്കിടയിൽ സാമൂഹ്യ സേവനത്തിന്റെ പര്യായമായി മാറിയ തോമസ് മാത്യു കടവിൽ, ഒമാനിൽ ജീവകാരുണ്യ രംഗത്തും സാമൂഹ്യ സേവന മേഖലയിലും ഒഴിച്ചു നിർത്താനാവാത്ത മസ്കറ്റിലെ PM ജാബിറും സലാലയിലെ KS മുഹമ്മദ് അലിയും, ബഹ്റൈൻ പ്രവാസികൾക്കിടയിൽ ഒരു സുഹൃതമെന്നോണം സേവനനിരതനായ KT സലീം എന്നിവരാണ് മീഡിയ വണ്ണിന്റെ ആദരമേറ്റുവാങ്ങുന്ന സാമൂഹ്യ പ്രവർത്തകർ. പുതിയ കേരളത്തെ നിർമ്മിച്ച പ്രവാസികളിലെ ഈ നിസ്വാർത്ഥ സേവകരെ ആദരിക്കുന്ന മീഡിയ വണ്ണിന്റെ പ്രവാസോത്സവത്തിൽ സിനിമ, സംഗീത, കലാരംഗത്തെ 100 കണക്കിന് പ്രതിഭകളും 15,000 കലാസ്വാദകരും ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെത്തും. മീഡിയ വൺ, ദുബൈ.